അത് പുസ്തകത്തിന്റെ പ്രധാന ഭാഗങ്ങൾ പോലും വെട്ടിമാറ്റുന്നുള്ളതാണ്. ഇതിന്റെ എഡിറ്റർ പറയുന്നത് എന്താ വെച്ചാൽ അത് തീവ്രവാദം എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു എന്ത് തീവ്രവാദം? ഓരോ പുസ്തകത്തിന് അതിൻ്റെതായ കടമ നിർവഹിക്കണം സമൂഹത്തിൽ. ചെറിയ കുരിശും ചാപ്പലിൽ നിന്ന് ചെറിയൊരു കുരിശും ചെറിയൊരു ബൈബിളും എടുത്ത് ഡസ്റ്റ്ബിന് കൊണ്ടിടുന്നുണ്ട്. പുസ്തകം എഴുതി വെച്ചിട്ട് മുഴുവൻ തെറ്റും. അങ്ങനെ ഒരു പുസ്തകം എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമസ്കാരം. നമ്മളെല്ലാവരും ജീവിക്കുന്നത് നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ്. നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് നോവൽ എഴുതിയ ഒരു എഴുത്തുകാരനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, മിസ്റ്റർ ജോസ് പാഴൂക്കാരൻ. അദ്ദേഹത്തിന്റെ നിർമ്മിത മനുഷ്യൻ എന്ന പുസ്തകം കേരളത്തിലെ ഒരു പ്രമുഖ പ്രസാധക കമ്പനി പ്രസാധനം ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്ത ശേഷം അതിനകത്ത് നിന്ന് തന്റെ അനുവാദമില്ലാതെ നിരവധി ഭാഗങ്ങൾ വെട്ടിമാറ്റി വികലമായൊരു പതിപ്പാണ് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളൊരു വലിയ ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഇപ്പം ചേട്ടന്റെ പുസ്തകം ഒരു പ്രസാധക കമ്പനി പ്രസിദ്ധീകരിക്കാൻ എന്ന് കരാർ ഒപ്പിടുകയും പിന്നീട് വഞ്ചിച്ചു എന്നാണ് ചേട്ടൻ ആരോപിക്കുന്നത്. ചേട്ടൻ ആ കമ്പനിക്ക് എതിരായിക്കൊണ്ട് വക്കീൽ നോട്ടീസ് അടക്കം അയച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് സംഭവിച്ചത്? അത് എന്റെ നിർമ്മിത മനുഷ്യൻ 7.0 എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട്. ഞാനത് എഴുതാൻ ഏതാണ്ട് ഒരു വർഷത്തോളമായി. ചാവും പകരും കുത്തിയിരുന്ന് DTP ചെയ്ത് എഴുതിയ ഒരു പുസ്തകമാണത്. അത് പല ആളെ കൊണ്ട് വായിപ്പിച്ച് അതിന്റെ കറക്ഷൻ വരുത്തി വളരെ നല്ല രീതിയിൽ ചെയ്ത ഒരു പുസ്തകമാണ്. അതിൻ്റെ അത് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പോലും ഇല്ല. എങ്കിൽ കൂടി നമ്മൾ എഡിറ്റിങ്ങിന്റെ ഓപ്ഷനിൽ നമ്മൾ ഇവരുടെ അഗ്രിമെന്റ് വെക്കുമ്പോൾ അത് ഒപ്പിട്ട് കൊടുക്കാനുണ്ട്. അവർ അതിന്റെ മറവിൽ ഈ പുസ്തകം തുടക്കം വരെ വെട്ടി അങ്ങ് മാറ്റി. അത് പുസ്തകത്തിന്റെ പ്രധാന ഭാഗങ്ങൾ പോലും വെട്ടിമാറ്റുന്നുള്ളതാണ്. അതിനകത്ത് ഒരു ചെറിയ കുട്ടി ചെറിയ കുരിശും ചാപ്പലിൽ നിന്ന് ചെറിയൊരു കുരിശും ചെറിയൊരു ബൈബിളും എടുത്ത് ഡസ്റ്റ്ബിന് കൊണ്ടിടുന്നുണ്ട്. അന്നേരം അത് കണ്ട ഈ കുട്ടിയുടെ അമ്മ, അയ്യോ മോനെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അത് ഡസ്റ്റ്ബിനെടുത്ത് സ്ഥാനത്ത് സ്ഥാപിച്ചു. അപ്പം ഇതിന്റെ എഡിറ്റർ പറയുന്നത് എന്താ വെച്ചാൽ അത് തീവ്രവാദം എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു എന്ത് തീവ്രവാദം? പൊതുവേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അതിനങ്ങനെ കാണേണ്ട ആവശ്യം തന്നെ ഇല്ല. അല്ലെങ്കിൽ തന്നെ അവരെ വെട്ടിമാരാൻ എന്നോട് ചോദിക്കട്ടെ, ഇങ്ങനെ പ്രശ്നമില്ല വെട്ടിമാരേണ്ടത്. ഞാൻ സമ്മതിക്കില്ല. കാരണം അത് തീവ്രവാദമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ ആ നോവലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ആ ഭാഗം വെട്ടി മാറ്റിയത് കൊണ്ട് ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അറിയുന്നത്. തുടക്കത്തിൽ തന്നെ ഇത് പുസ്തകം വായിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ ഇഷ്ടപ്പെട്ടതിന് ശേഷം എന്നെ വിളിച്ചിട്ട് ചെറിയ ഭാഗങ്ങൾ അതിൽ മാറ്റാനുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ പറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ശരിയാണ്, ചെറിയ അക്ഷരപ്പശകമാണ്, മാറ്റാൻ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റി ഇത് കറക്റ്റാക്കി പുസ്തകം വെച്ചേക്കുക. എന്നെ പറഞ്ഞ് 2 മാസം അടിക്കുന്നത്. അതായത് അപ് ടു ഡേറ്റ് സാധനമായതുകൊണ്ട്, പുസ്തക നോവലായതുകൊണ്ട് ഇത് AI ആണ്. അതായത് AI കഥാപാത്രങ്ങളായിട്ട് വരുന്ന മലയാളത്തിലെ ആദ്യ നോവലാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ള ഒരു ഡിമാൻഡാണ് വെച്ചത്. അപ്പോൾ അവർ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ 2 മാസത്തിൽ പബ്ലിഷ് ചെയ്ത് പറഞ്ഞ പുസ്തകം 3 മാസം 4 മാസം 5 മാസം 6 മാസം 7 മാസം 7 മാസമായിട്ട് ഇവർ ഒരനക്കും മറുപടി തരില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ വീണ്ടും ചൻസിലേക്ക് പോകുന്നത്. ചൻസിൽ പോയി അതിൻ്റെ ഓണറായിട്ടുള്ള ടി വർഗീസ് സാറിനെ കണ്ടു. വർഗീസ് സാർ, ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, 2 മാസം കൊണ്ട് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞ പുസ്തകമാണ്. അതിപ്പോൾ 7 മാസമായിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിനി പുസ്തകം പബ്ലിഷ് ചെയ്യേണ്ട, ഈ താല്പര്യമില്ല, നിങ്ങൾ എഗ്രിമെന്റ് തിരിച്ചെന്നൊക്കെ പറഞ്ഞു. അത് പറ്റിയാൽ ആ പുസ്തകം ചെയ്യുമെന്ന് പറഞ്ഞു. അതിൻ്റെ പറ്റാ പുസ്തകം ചെയ്യും. അവർ പറയും പുസ്തകം ചെയ്യുന്നു, അതായത് എഗ്രിമെന്റ് തിരിച്ചു തരികയായിരുന്നു. ഞങ്ങൾ അവിടെ 10 രൂപ നിങ്ങൾ ചെയ്യണ്ട, കാരണം ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യണ്ട, നിങ്ങൾ തിരിച്ചു തരാൻ പറഞ്ഞു. ഇവരെന്ന് പറഞ്ഞ് ബലമായി എഗ്രിമെന്റ് പിടിച്ചു വെച്ചിട്ട് ഈ പുസ്തകം കൊണ്ട് അവർ അടിച്ചു. അപ്പം ഞാൻ പോട്ടെ ആയിക്കോട്ടെ എന്ന് ചെയ്യട്ടെന്ന് കരുതി. പുസ്തകം വന്നു കഴിഞ്ഞപ്പോൾ പുസ്തകത്തിന്റെ അകത്തെ പ്രധാന ഭാഗങ്ങളിൽ വെട്ടിക്കളഞ്ഞിട്ടുണ്ടോ. എന്താ പറയുക, വെട്ടിക്കളഞ്ഞ ഭാഗത്തൊന്നും വായിച്ചാൽ മനസ്സിലാവില്ല. സാധാരണ അതിൽ അങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഒപ്പിച്ച വാക്കുകളുണ്ട്. ഇത് അവരങ്ങനെ സാധനം ചെയ്തിട്ടില്ല. മാത്രമല്ല, ഒരു പുതിയ കഥാപാത്രം നോവലിനുള്ളിൽ പുതിയ ഒരു കഥാപാത്രം വന്നു. എഴുത്തുകാരൻ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ പുസ്തകം വരുമ്പോൾ അറിയുന്നത്. അങ്ങനെ എഴുതിയിട്ട് അതിനോടനുബന്ധിച്ച് 3 പേജോട് കൂടി ഇയാൾ മാറ്റി. അതായത് വെട്ടി തിരുത്തിയത് കൂടാതെ എഴുതി ചേർക്കാൻ. വെട്ടി മാറ്റിയത് പിന്നെ പുറത്തിരിക്കാം. അതിന് ഉപയോഗമായിട്ട് ഒരു 3 പേജോളം ഇയാൾ എഴുതി ചേർത്തിട്ട് വെച്ചേക്കുക. അപ്പൊ ആൾക്കാർ വായിക്കുമ്പോൾ ഇതെന്താ ഒരു അന്തം കൊന്തല്ലോ. ആൾക്കാർ വായിച്ചു നോക്കുമ്പോൾ അന്തം കൊന്തല്ല, മുഴുവൻ അക്ഷരം. ഞാൻ നോക്കുമ്പോൾ കംപ്ലീറ്റ് അക്ഷരത്തിട്ട് വെട്ടി മാറ്റിയ ഭാഗം എന്ന് പറയുന്നത് പുസ്തകത്തിന് ഒരു 10% വരും. അങ്ങനെ എഴുത്തുകാരൻ്റെ അനുമതി ഇല്ലാതെ വെട്ടിമാറ്റാൻ പാടില്ലാത്ത പൊതുവെ നോവലുകളിൽ ആ പുസ്തകമാണ് മുഴുനീള വെട്ടിയിട്ട്
ഇതുപോലെ പുസ്തകം വായന എന്താ പറയുന്നത് വായിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം. എൻ്റെ പല സുഹൃത്തുക്കളും വായിച്ചിട്ട് പറഞ്ഞു ഇത് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പഴയ പോലെ അല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം, അതിനകത്ത് ഞാനത് അത് തിരുത്തിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് അത് വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ നടന്നത്. നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? ഞാൻ ആദ്യമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ വക്കീലിനോട് സഹിക്കാൻ പറഞ്ഞു. അങ്ങനെയാണെന്ന് മാറ്റെന്ന് പറഞ്ഞു. വക്കീലിനോട് സേവിച്ചു. വക്കീലിനോട് അയച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അവരത് വിളിക്കുകയോ ചെയ്യേണ്ടതാണ്. ഒരു മാസം കഴിഞ്ഞപ്പോൾ വക്കീലിനോട് തിരിച്ചു വരുന്നു. അതേ വക്കീൽ നോട്ടീസ് തിരിച്ചു വരിക എനിക്ക് വരുന്നു. ഞാനിങ്ങനെ എൻ്റെ DC ബുക്സുമായിട്ടുള്ള എന്തോ കരാറാണ്, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് പുസ്തകത്തിൽ അങ്ങനെ തിരുത്തേണ്ടത് മാത്രം തിരുത്തിയിട്ടുള്ളൂ. അതായത് എഗ്രിമെന്റിലുള്ള തിരുത്തിൽ മാത്രമേ തിരുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടുന്ന് വക്കീലിനോട് തിരിച്ചയക്കുന്നേ. അങ്ങനെ വക്കീലിനോട് തിരിച്ചയക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? സാറ് ഇതിൽ എഴുത്തുകാരൻ്റെ പുസ്തകത്തിലെ തെറ്റുകൾ മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് വരുമ്പം അതിന് മറുപടി തരായിരുന്നുകൊണ്ടാണ് നമ്മൾ കോടതി സമീപിച്ചത്. അങ്ങനെ വക്കീലിനോട് സഹിക്കുന്നത്. ആ വക്കീൽ നോട്ടീസിന് പകരമായിട്ട് അയാൾ പിന്നെ തിരിച്ച് എനിക്ക് വക്കീലിനോട് സഹിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ആവശ്യമില്ല. നമ്മൾ പറഞ്ഞ ഡിമാൻഡ് എന്താണ്? പുസ്തകത്തിലെ തെറ്റുകൾ മാറ്റി നല്ല രീതിയിൽ പബ്ലിഷ് ചെയ്യുക. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്യാത്തതുകൊണ്ട് ഇതുവരെയായിട്ട് ഈ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തിട്ടില്ല. പുസ്തകം ഇറങ്ങിയിട്ട് 5 മാസമല്ലേ പുസ്തകം ഇറങ്ങിയിട്ട്. ഇതുവരെ ആ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് അത്ര ഒരു പുസ്തകം നമ്മൾ എഴുതാത്ത കാര്യങ്ങൾ ഒരു പുസ്തകം എഴുതി വെച്ചിട്ട് മുഴുവൻ തെറ്റും. അങ്ങനെ ഒരു പുസ്തകം എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഓരോ പുസ്തകത്തിനും അതിൻ്റെതായ കടമ നിർവഹിക്കണം. സമൂഹത്തിൽ എല്ലാ പുസ്തകങ്ങളും അതിന് കടമ നിർവഹിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ തരത്തിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളുടെ പുസ്തകം അങ്ങനെ അയാൾ അനുഭവം കൊണ്ട് വെട്ടി മാറ്റി നശിപ്പിക്കാന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ള നിലപാടേ ഉള്ളത്. ഒരു എഴുത്തുകാരൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റമാണ് HNC അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ജോസ് പാഴുക്കാരൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഒരു കൃതിയുടെ മേലുള്ള മുഴുവനായ ഉത്തരവാദിത്തം അത് എഴുത്തുകാരൻ്റെതാണ്. അങ്ങനെ ഇരിക്കെ തന്റെ അനുവാദമില്ലാതെ എങ്ങനെയാണ് താൻ രചിച്ച ഒരു പുസ്തകത്തിനകത്ത് പല ഭാഗങ്ങളും HNC അധികൃതർ അവരുടെ തന്നിഷ്ടപ്രകാരം വെട്ടിമാറ്റുക, പുതിയ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തുക, അത്തരത്തിൽ എങ്ങനെയാണ് തന്റെ പുസ്തകം വികലമായ രീതിയിൽ പ്രസിദ്ധീകരിക്കാൻ അവർക്ക് സാധിച്ചത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതിന് പിറകിൽ രാഷ്ട്രീയപരമായിട്ടുള്ളതടക്കമുള്ള പല കാരണങ്ങളും അദ്ദേഹം സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം നമ്മൾ HNC അധികൃതരുമായി ബന്ധപ്പെടുമ്പോൾ അവർ നമുക്ക് നൽകുന്ന വിശദീകരണം തികച്ചും വ്യത്യസ്തമാണ്. അവർ പറയുന്നത് ആവശ്യമെങ്കിൽ ചില തിരുത്തലുകൾ വരുത്താമെന്നുള്ളത് കരാറിനകത്തുണ്ടായിരുന്നതാണ്. അപ്രകാരം പ്രവർത്തിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തത്. അല്ലാതെ തങ്ങളുടെ ഭാഗത്ത് നിന്ന് കരാർ വ്യവസ്ഥകളുടെ യാതൊരു ലംഘനവും ഉണ്ടായിട്ടില്ല, യാതൊരു തരത്തിൽപ്പെട്ട നിയമലംഘനവും തങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് HNC അധികൃതർ നമുക്ക് നൽകുന്ന വിശദീകരണം എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഒരു എഴുത്തുകാരനും പ്രസാധകനും തമ്മിലുള്ള തർക്കം കോടതി വരെ എത്തിയിരിക്കുന്നു എന്നുള്ളത് തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കാണേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ ജോസ് പാഴുക്കാരന് ഇനിയും പ്രസാധകരുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളം.